രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. നമസ്കാരം. സനാതന ധർമ്മസംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പേര് അധ്യാത്മരാമായണ വിചാര പരമ്പരയിൽ നമ്മൾ കണ്ടത് കിഷ്കിന്ധാകാന്ഡം വരേക്കുള്ള ഭാഗമാണ്. ശബരിക്ക് ഭക്തിയോഗം ഉപദേശിച്ചു കൊടുത്തു. അതിൽ പ്രത്യേകം പറഞ്ഞു, ക്ഷേത്രത്തിലെത്തോട് ചുറ്റി നടന്നിട്ട് കാര്യമില്ല. ഈ ഗ്രന്ഥങ്ങളാണെങ്കിലും ഭാഗവതമാണെങ്കിലും ഗീതയാണെങ്കിലും ഭാഗവതമാണെങ്കിലും കുറച്ചങ്ങോട്ട് അഭ്യസിച്ചാൽ അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടാവേണ്ടതെന്ന് വെച്ചാൽ പല ഗുണങ്ങളും ഉണ്ടാവണം. പക്ഷെ ഒരു ഗുണം ഞാൻ പറയുക, ഞങ്ങളതൊക്കെ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ പറയുക, ക്ഷേത്രങ്ങളിലുള്ള അമിതഭ്രമം കുറയ്ക്കണം. ക്ഷേത്രത്തെ നിഷേധിക്കണില്ല കേട്ടോ, ഒരിക്കലും നിഷേധിക്കണില്ല. മഹാക്ഷേത്രങ്ങൾ തന്നെയാണ്. എന്താ പറയണത് വെച്ചാൽ ക്ഷേത്രങ്ങളാണ് ഈശ്വരൻ്റെ കേന്ദ്രമെന്നും അവിടെ പോയാലേ ഉള്ളൂ എന്നും അതേ ഉള്ളൂ ഈശ്വരനിലെത്താനുള്ള വഴി തെറ്റാണ്. വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. സ്തൂരിമാൻ അതിൻ്റെ അടിയിൽ നിന്ന് നാഭിയിൽ നിന്ന് വരണ മണം അന്വേഷിച്ചു പോണ പോലെ ക്ഷേത്രങ്ങൾ ചുറ്റരുത്. അത് യഥാർത്ഥ ആത്മീയവാദികൾ അംഗീകരിക്കണില്ല. പോണത് നല്ലതാണ്, അത്ര വരേണ്ട, അല്ലേ വേണ്ട. ഏതാണ് ക്ഷേത്രം? ശരീരമാണ് ക്ഷേത്രം, ഈ ലോകമാണ് ക്ഷേത്രം. കല്ല് ക്ഷേത്രമാണ്, പുല്ല് ക്ഷേത്രമാണ്, മണ്ണ് ക്ഷേത്രമാണ്, വൃക്ഷം ക്ഷേത്രമാണ്. എല്ലാം ക്ഷേത്രമായിരിക്കേ. ചുറ്റമ്പലവും മണിയടിയും മാത്രമുള്ളത് എങ്ങനെ മാത്രം ക്ഷേത്രമാവും? ഇവിടെ പറഞ്ഞിട്ടുണ്ടത് എന്തിനെ ആവർത്തിച്ച് സ്ട്രെസ് ചെയ്യണത് വെച്ചാൽ നമുക്കതൊരു വലിയ കുഴപ്പം പറ്റിയിരിക്കുന്നു. നമ്മുടെ ഹിന്ദു സമുദായങ്ങൾക്ക് വല്ലാത്തൊരു കുഴപ്പം. വെടിക്കെട്ട് ഈ ആത്മീയം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നതാണ്, ഇപ്പം ചെയ്യണത് തന്നെയാണ് ശരി. ആത്മീയം എന്ന് പറഞ്ഞ ക്ഷേത്രമാണ്. ക്ഷേത്രം എന്ന് പറഞ്ഞാലോ അവരെന്താ കാട്ടണമെന്ന് വെച്ചാൽ അത് ഈ ഒരു വലിയ തെറ്റിദ്ധാരണ. അതാണ് രാമായണത്തിൽ എത്ര പറയണത്, ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഇതം ശരീരം കൗന്ദേയാന്ന് ഗീതയിലും പറയണു. ആദ്യമൊക്കെ വേണം, പിന്നെ നമ്മൾ അതെന്ന് വിടണം. അമൃതാനന്ദമയി പറഞ്ഞ കാര്യമാണത്. നമ്മൾ ജനിക്കണം ക്ഷേത്രത്തിൽ, പക്ഷെ ഒരിക്കലും ക്ഷേത്രത്തിൽ മരിക്കരുത്. എന്താ അർത്ഥം? ഭക്തിയാണ് ഉദ്ദേശിച്ചത്. ഭക്തി ജനിക്കേണ്ടത് ക്ഷേത്രത്തിൽ, കഴിയേണ്ടതോ ക്ഷേത്രത്തിലല്ല. അവസാന ഘട്ടത്തിൽ നമ്മളതിന്ന് ഉയരന്നെ വേണം. എന്തായാലും അതിനുശേഷം ഇവിടെ കിഷ്കിന്ധാകാന്ഡം മനോഹരമായിട്ടുള്ളൊരു പ്രകൃതി വർണ്ണനയോട് കൂടിയിട്ടാണ് തുടങ്ങുന്നത്. കിഷ്കിന്ധ അവിടേക്ക് ശബരി മുതലായിട്ടുള്ള പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ പമ്പാസരത്തിലേക്ക് പോകണം എന്നും സുഗ്രീവനായിട്ട് അങ്ങനെയുള്ള അവിടെ കനുമൽ സംഗമം ഉണ്ടാവും, ബാലിയെ കണ്ടുമുട്ടും മുതലായ സൂചനകൾ നേരത്തെ തന്നെ ഭഗവാന് കിട്ടിയിരിക്കുന്നു. അവർ ഋഷ്യമുഖാദി പർവ്വതത്തിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഹനുമാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ് കിഷ്കിന്ധാകാന്ഡത്തിലത്തെ ഒരു പ്രധാന ഘട്ടം. അപ്പോൾ അവിടെ മനോഹരമായിട്ടുള്ള താമര, മല്ല വൃക്ഷങ്ങൾ, ധാരാളം പൂക്കൾ ഒക്കെ എത്രയോ ആത്മീയരാമായണത്തിന് ഇതിനുള്ളതിനേക്കാളും വർണ്ണിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള പക്ഷികളുടെ നാദം, ഹംസം, കാരണ്ടം എന്ന് പറഞ്ഞിട്ടൊരു പക്ഷി എപ്പോഴും ഇതിൽ വർണ്ണിക്കപ്പെടുന്നുണ്ട്. വണ്ട്, മനോഹരമായിട്ടുള്ള കുളക്കൊഴി, അതിൻ്റെ സംശയം, അതിൻ്റെ ആ ശബ്ദങ്ങൾ, സിംഹം, വ്യാഘ്രം, അതുകൊണ്ട് നല്ലത് മാത്രമല്ല പേടിപ്പെടുത്തുന്ന മൃഗങ്ങൾ, പുഷ്പലതാദികൾക്ക് അതൊക്കെ കാടിൻ്റെ സമ്പത്താണെന്നാണ്. അപ്പോൾ ഈ രാമലക്ഷ്മണന്മാർ നടന്നു പോകുമ്പോൾ സുഗ്രീവൻ ആരാണ് ഈ നടന്നു വരുന്നത് എന്ന് ചിന്തിക്കുകയാണ്. ഹനുമാൻ മറ്റ് കൂടെയുള്ള മന്ത്രിമാരവരൊക്കെ ഉണ്ട്. ഹനുമാനോട് പറഞ്ഞു, ആരാണ് ഈ താമസവേഷം ധരിച്ചിട്ടുള്ള രണ്ടാൾക്കാർ? നരനാരായണന്മാരാണോ? രണ്ടാൾക്കാരെ കൃഷ്ണാർജുനന്മാരെ, നരനാരായണന്മാർ, എങ്ങനെയൊക്കെയാണ് പണ്ട് ഉപമിക്കുക. കാരണം ഒരേപോലെയാവും, ഗുണങ്ങളിലും ശീലങ്ങളിലൊക്കെ നല്ല പുലർത്തുന്നത്. ആരിത് വരുന്നിവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്ന് തോന്നും കണ്ടാൽ.
എനിക്ക് സംശയം എന്താ വെച്ചാൽ ബാലിയും സുഗ്രീവനുമായിട്ട് ബദ്ധവിരോധത്തിലാണ് ഈ കാണുന്ന ഘട്ടത്തിൽ. അപ്പോൾ ബാലി തന്നെ എങ്ങനെയെങ്കിലും തട്ടിക്കളയാൻ വേണ്ടി അയച്ച വല്ലവരുമാണോ? അതുകൊണ്ടോ എന്താ പറയുക, ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ആൾക്കാരെ കൊല്ലിക്കണ പരിപാടി. അപ്പോൾ ആ കൂട്ടത്തിൽ കരാറ് കൊടുത്തിട്ട് അങ്ങനെ വല്ല ആൾക്കാരാണ്. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാൽ ഇന്നു നിഗ്രഹിപ്പാനായി വരുന്നവനല്ലല്ലി, അങ്ങനെ വല്ലതുമാണോ? വേഷം അണച്ചാൽ താപസം ആണ്, എന്നാലോ കയ്യിൽ ബാണതൂണീരങ്ങൾ ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടി ഒരു യോജിപ്പില്ല. താപസവേഷക്കാർക്ക് എന്തിനാണ് അമ്പും അല്ല ആയുധം? നീ ഒരു കാര്യം ചെയ്യൂ ഹനുമാൻ, പോയിട്ട് അറിഞ്ഞ് നല്ല ആണ് ശത്രുക്കളെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കുക, മിത്രങ്ങളാണെങ്കിൽ മുഖപ്രസാദം കൊണ്ട് അറിയിക്കുക. രണ്ട് ചിഹ്നങ്ങൾ പറഞ്ഞു കൊടുത്തു. മുഖപ്രസാദം കൊണ്ട് സന്തോഷിച്ച് പുഞ്ചിരിക്കുകയാണെങ്കിൽ ഞാൻ ധരിക്കും അവർ നല്ലവരാണ്. ശത്രുക്കളാണെങ്കിൽ ഹസ്തം കൊണ്ട് ചിരിക്കാതെ പ്രസന്നത ഇല്ലാത്ത വിധത്തിൽ ആംഗ്യം കാണിച്ചാൽ മതി എന്നങ്ങനെ പറഞ്ഞ ബ്രഹ്മചാരി വേഷമാലംബ്യസാദരം അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. അങ്ങനെ ബ്രഹ്മചാരി വേഷത്തിൽ വന്നതിന് ശേഷം നിങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചാൽ അശ്വിനി ദേവതകളോ, രണ്ടു കൂട്ടരായിട്ട് ഒരു നടക്കണ വേറൊരു കൂട്ടർ അശ്വിനി ദേവതകളാണ്. കൃഷ്ണാർജുനന്മാർ നരനാരായണന്മാർ ഇതിൽ ആരാണ് എന്ന് പറയണം. അങ്ങനെ പറഞ്ഞു. പക്ഷേ സഖേ വടുരൂപിണം ലക്ഷ്മണ, ഒരാളുടെ സംസ്കാരം ശരിക്കും അയാളുടെ വർത്തമാനം പറയണ കേട്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഒരു അപശബ്ദമോ വ്യാകരണ തെറ്റോ ഇല്ലാതെ ആണല്ലോ ഇവൻ സംസാരിക്കുന്നത്. നല്ല വൈയാകരണൻ ഇവനെന്നു നിശ്ചയം. അതുകൊണ്ട് വർത്തമാനം പറഞ്ഞ് കേട്ടാൽ അറിയാം നല്ലൊരു സംസ്കാരത്തിൻ്റെ ഉടമയാണ്. ആദ്യമായിട്ട് ഹനുമാനും ശ്രീരാമസ്വാമിയും കൂടി കാണുന്ന രംഗമാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണ്? ഞാൻ സുഗ്രീവൻ്റെ സജീവനാണ് എന്നൊക്കെ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. രാമൻ മറുപടി ഒന്നല്ലേ അവർക്ക് പറയാനുള്ളൂ. അച്ഛൻ്റെ സത്യത്തെ പാലിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് വന്നവരാണ്. ഭാര്യ അപഹരിക്കപ്പെട്ടു. എന്നാൽ നീ ആരാണ്? പറഞ്ഞു ഹനുമാൻ എന്നെൻ്റെ നാമം. സുഗ്രീവൻ്റെ 4 മന്ത്രിമാരിൽ പ്രധാനിയാണ് ഞാൻ. ഈ ബാല്യസുഗ്രീവന്മാരുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. പത്നി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ് രാമൻ. പത്നി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എൻ്റെ സ്വാമിയായിട്ടുള്ള സുഗ്രീവനും. കാരണം സുഗ്രീവൻ്റെ പത്നിയാണ് രുമ. ആ രുമയെ ദുഷ്ടനായിട്ടുള്ള ബാലി ഇപ്പോൾ പത്നിയാക്കി വെച്ച് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് ശത്രുവായിട്ടുള്ള ബാലിയെ വധിക്കാനായിക്കൊണ്ട് അങ്ങ് സഹായിക്കുകയാണെങ്കിൽ സീതയെ കണ്ടെത്താൻ തീർച്ചയായിട്ടും സുഗ്രീവൻ സഹായിക്കുമെന്ന് ഒരു കരാറിലെത്തുകയാണ്. ഇലകളൊക്കെ പൊട്ടിച്ച് അഗ്നി സാക്ഷിയായിട്ട് പെട്ടെന്ന് തന്നെ സഖ്യം ചെയ്തതാണ്. സുഗ്രീവ സഖ്യം വലിയൊരു സഖ്യമാണത്. വലിയൊരു ഘട്ടമാണ് കഥയിൽ. കരുത്തനായിട്ടുള്ള ഒരാളുടെ സഹായം വേണം രാവണനെ എതിരിടാൻ. മനുഷ്യഭാവത്തിൽ ചിന്തിക്കുമ്പോൾ ഈശ്വരനൊന്നും ആവശ്യമില്ല. ഒറ്റ സങ്കല്പം മതി. ലങ്കി ഉണ്ടാവില്ല അവിടെ, രാവണനും ഉണ്ടാവില്ല അവിടെ. പക്ഷെ അതല്ലല്ലോ, മനുഷ്യഭാവത്തിലാവുമ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള വിധത്തിൽ വേണം. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ശക്തനോട് എതിരിടുക? അപ്പോൾ ധാരാളം വാനര സൈന്യങ്ങളുടെ ആ ഒരു ആജ്ഞാശക്തിയുള്ള ഒരുത്തൻ തന്നെ ഇതിന് വേണം. ലൗകികമായിട്ട് തന്നെ ആവാം വിജയം, എന്നിട്ട് മതി, അങ്ങനെ മതി എന്ന് തീരുമാനിച്ച് ധാരാളം എത്ര ലക്ഷക്കണക്കിന് വാനരന്മാരാണ് സുഗ്രീവൻ്റെ സ്വാധീനത്തിലുള്ളതെന്ന് പറഞ്ഞറിയിച്ചാലോ എണ്ണിയാലോ തീരില്ല. അപ്പം അത്തരം ഒരു ശക്തി സൈന്യത്തിൻ്റെ സഹായം, അതിൻ്റെ പിൻബലം രാവണനെ ആക്രമിക്കാനായി കൊണ്ട് വേണം. എന്നാൽ തീർച്ചയായിട്ടും ബാലിയെ വധിക്കാൻ ഞാൻ സഹായിച്ച് രുമയെ വീണ്ടെടുക്കാം. അങ്ങനെയെങ്കിൽ അങ്ങയുടെ പത്നിയെ വീണ്ടെടുക്കാൻ എങ്ങേതെങ്കിലും വിധത്തിൽ കേനപ്രകാരേണ സമുദ്രത്തിൻ്റെ അപ്പുറത്താണത് എങ്ങനെ കിടക്കുക? അപ്പോൾ ഒരു പ്രത്യേക ആശയം വഴിയൊന്നും മനസ്സിലില്ല. പിന്നീടാണല്ലോ ചിറകട്ടലും ഒക്കെ വരുന്നത്. എങ്ങനെയെങ്കിലും എന്തായാലും ആ സീതയെ വീണ്ടെടുക്കാനോ
രാവണ വധത്തിനായിക്കൊണ്ട് സകുലം ആ രാവണനെ വധിക്കണം, കാരണം വളരെ കാലമായി സജ്ജനങ്ങളെ ദ്രോഹിച്ചിട്ട് അവൻ കഴിഞ്ഞു കൂടുന്നു, അതിന് ഞാൻ സഹായിക്കാം എന്നൊരു സഖ്യം അവിടെ വെച്ച് ഉണ്ടായി. തുടർന്ന് ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ശത്രുതയ്ക്കുള്ള കാരണം എന്താണ് എന്നൊക്കെ വിവരിച്ചു. മയാസുരൻ എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ പല പ്രാവശ്യം ഈ ബാലിയെ പോരിന് വിളിച്ചു. ഇതൊന്ന് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് ബാലി യുദ്ധത്തിന് പോയി. ഒരു ഗുഹയ്ക്കകത്ത് പ്രവേശിച്ചപ്പോൾ ആ ഗുഹയ്ക്കകത്ത് എങ്ങനെയെങ്കിലും ബാലിയെ കൊല്ലാം എന്ന് തീരുമാനിച്ചു. ബാലിക്കൊരു വരബലുള്ളത് തൻ്റെ ശത്രുവിൻ്റെ ഇരട്ടി ശക്തി കിട്ടും എന്നുണ്ട്. നേരിട്ട് യുദ്ധം ചെയ്താൽ അതാണ് ഒളിഞ്ഞു ചെയ്യേണ്ടി വന്നത്. ഒളിഞ്ഞിട്ടായാൽ അത് അറിയില്ലല്ലോ. നേരിട്ട് യുദ്ധം ചെയ്യുന്നവൻ്റെ എത്രയോ ഇരട്ടി ശക്തി, ആ ഇരട്ടി ശക്തി ആ ശക്തി മുഴുവൻ തനിക്ക് കിട്ടും. അപ്പോൾ ബാലിയെ സാധാരണ നിലയ്ക്ക് തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ ഒരു സംഗതി ഒന്നും മനസ്സിലാക്കാണ്ടാണ് മയാസുരൻ യുദ്ധത്തിന് പോയത്. ഒരു ഗുഹയിലേക്ക് കടന്നു. അപ്പോൾ സുഗ്രീവൻ കൂടെ ചെന്നു. അന്ന് വളരെ ലോകിയാണ് ബാലി സുഗ്രീവന്മാർ. ഇത്രയധികം ഏട്ടനും അനിയനും ലോകിയുണ്ടോ സംശയം. അങ്ങനെ ലോക്യത്തിലുള്ള കാലം. സുഗ്രീവനോട് ഗുഹയുടെ പുറത്ത് നിൽക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ബാലി തോറ്റാൽ ചോരയാവും പുറത്തേക്ക് വരിക. അപ്പം നീ കല്ലിട്ടടച്ച അസുരനെ അതിൻ്റെ ഉള്ളിൽ കുടുക്കണം. അഥവാ ഞാനാണ് ജയിച്ചതെങ്കിൽ പാലാണ് പുറത്തേക്ക് വരിക. അപ്പോൾ അധികം താമസിക്കാണ്ട് ഞാൻ പുറത്ത് വരും. അതുവരെ നീ കാത്തു നിൽക്കുക, നമുക്കൊരുമിച്ച് കിഷ്കിന്ധയിലേക്ക് പോവാം. ഇതാണ് ബാലി പറഞ്ഞത്. ഇതറിഞ്ഞു കള്ളമായിട്ടുള്ള അസുരൻ മായ പ്രയോഗിച്ച് സത്യത്തിൽ തോൽവി അസുരനായിരുന്നുവെങ്കിലും ചോര പുറത്തേക്ക് വരുത്തി. ചോര പുറത്തേക്ക് വരുത്തിയപ്പോൾ സുഗ്രീവൻ ഒരു കല്ലിട്ടടച്ചു. ഏട്ടനെയും അനിയനെയും കൂടി ശാശ്വതമായിട്ട് തെറ്റിക്കാനുള്ളൊരു കാരണം. പിന്നെ മരണം വരെ ലോകിയുണ്ടായിട്ടില്ല. അപ്പം ബാലിക്ക് പെട്ടെന്ന് വഴി നിശ്ചയില്ലാതെ വളരെ കഷ്ടപ്പെട്ടു. അയാസുരൻ വധിക്കപ്പെട്ടു. എങ്ങനെയൊക്കെയോ അടപ്പും കല്ലൊക്കെ നീക്കി പുറത്തു വന്നപ്പോൾ രാജാവില്ലാത്ത ആ കിഷ്കിന്ധയിൽ രാജ്യം വാഴണമെന്ന് സുഗ്രീവനോട് എല്ലാവരും പറഞ്ഞു. ബാലി മരിച്ചു എന്ന സത്യമായ ധാരണയാണുള്ളത്. ഒരു വ്യാജം അതിലില്ല. ഉടനെ തന്നെ സുഗ്രീവനെ കിഷ്കിന്ധയിലത്തെ രാജാവാക്കി. ബാലി അത്യധികം ക്രോധാകുലനായി. എന്നെ കൊന്നിട്ട് നിനക്ക് രാജാവാവണമെങ്കിൽ എൻ്റെ ജീവൻ ശരീരത്തിലുള്ളിടത്തോളം അത് നടക്കില്ല എന്നങ്ങനെ വന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുഗ്രീവനെ വധിക്കാനും സുഗ്രീവനോട് പോരിനും സുഗ്രീവനെ ഇല്ലായ്മ ചെയ്യണം എന്ന് തന്നെ ബാലിക്ക് അത്രയധികം ശരിക്കും സംഗതി അറിയാതെയാണ് ബാലി കോപിച്ചത്. അതാണ് ബാലിയുടെ ഒരു തെറ്റ്. എന്തിനു ബാലിയെ വധിച്ചു എന്നൊരു പ്രശ്നമുണ്ട്. പ്രശ്നം ആത്മാർത്ഥതയുള്ള അനുജനെ തെറ്റിദ്ധരിച്ചതൊരു പ്രശ്നമല്ലേ. തൻ്റെ അനിയനെ ഇത്ര കാലമായിട്ട് അറിയണ്ടേ, അതറിഞ്ഞില്ല. മാത്രമല്ല പത്നിയാക്കി താൻ വയ്ക്കുകയും ചെയ്തു. ലോകത്തിൽ മുഴുവൻ ഓടി നടന്നു സുഗ്രീവൻ. അപ്പോൾ ടെക്ക ബാലി എത്തി. അപ്പം ഇനി എന്തേ വഴിയുള്ളൂ ബാലിക്ക് എത്താൻ പറ്റാത്ത ഒരു സ്ഥലത്തെത്തണം. അത് ബാലി കയറാമലയായിട്ടുള്ള ഋഷ്യമൂകാചലം മാത്രമാണ്. അവിടെ എന്താണ് എന്നുണ്ടെങ്കിൽ മയാസുരനെ വധിച്ച് പണ്ട് ദുന്ദുബി എന്ന് പറഞ്ഞിട്ടൊരു അസുരൻ്റെ വധം കൂടി ഉണ്ടായി. ആ ശരീരം പണ്ട് ഒരു മഹർഷി ഉണ്ടായിരുന്നു, മാതംഗ മഹർഷി. അദ്ദേഹം തപസ് ചെയ്യണോടത്തേക്ക് ഈ ശരീരമാണ്ട് എറിഞ്ഞു ബാലി. അപ്പം മഹർഷിക്ക് ദേഷ്യം വന്നു. ജീവനില്ലാത്ത ശരീരം എറിഞ്ഞ അശുദ്ധമാക്കി എൻ്റെ ആശ്രമത്തെ ഏതൊരാൾ അപമാനിച്ചുവോ അവൻ ഇവിടെ വരുമ്പോൾ തല പൊട്ടിത്തെറിച്ച് മരിക്കട്ടെ. അപ്പം ഇതിനെപ്പറ്റി സുഗ്രീവൻ അറിയാമായിരുന്നു. അവിടെ ബാലി എത്തില്ല, അവിടെ കയറിയിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ തീർച്ചയായിട്ടും ബാലിയെ വധിക്കാനുള്ള സൗകര്യമൊക്കെ ഞാൻ ചെയ്തു തരാം. സുഗ്രീവൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിനുള്ള കഴിവ് അങ്ങേക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുക എന്ന് ചോദിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും പറയാൻ വയ്യ, കഥ ചോദ്യമില്ലല്ലോ. അപ്പം രാമനത് വിശ്വസിപ്പിച്ചു എന്നാണ്. അതിന് സംശയം ഉണ്ടെങ്കിൽ തീർത്തു കൊടുക്കണമല്ലോ. ദുന്ദുബിക്കായ മുച്ചേക്ഷിട്ട് അങ്കുഷ്ടേന നാരായണീയത്തിൽ ഒരു പെരുവിരലുകൊണ്ട് ആ ദുന്ദുബിയുടെ അസ്ഥി കൂടെ അവിടെ കിടക്കുന്നുണ്ട്. അത് തോണ്ടി എത്രയോ യോജന ദൂരത്തേക്ക് ഭഗവാൻ ഒരൊറ്റ കാലുകൊണ്ട് പെരുവിരലുകൊണ്ടേ തോണ്ടിയിട്ടു. മാത്രമല്ല ബാലി മൽപ്പിടുത്തത്തിന് ഉപയോഗിച്ച സപ്തസാലങ്ങൾ ഒരൊറ്റ അസ്ത്രം കൊണ്ട്
അതിനെ മുഴുവനും പിളർന്ന് ആ ബാണം ആവനാഴിയിൽ വീണു. അപ്പോൾ സുഗ്രീവന് ബോധ്യായി രാമൻ ചില്ലറക്കാരനൊന്നുമല്ല, സഖ്യത്തിന് തിരഞ്ഞെടുത്ത ആൾ ശരിക്കുള്ള ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ആലോചിക്കാം, ഓരോ പടിയായിട്ട് മുന്നോട്ട് പോവാം എന്നങ്ങനെ പറഞ്ഞു. സുഗ്രീവൻ രാമനെ നല്ലപോലെ മനസ്സിലാക്കുകയും ചെയ്തു. ഇത് സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. സാക്ഷാൽ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ എന്തൊരുവടി നിർണയം, പണ്ടു ഞാൻ ചെയ്തു ഒരു പുണ്യബലോദയം കൊണ്ടു കാൺമാൻ എനിക്ക് യോഗം വന്നു. ശരണിയുണ്ടോ? എല്ലാവർക്കും കാണാം. എത്ര ആൾ ആഗ്രഹിച്ചിട്ടുണ്ട്, എത്ര ആൾ പരിശ്രമിച്ചിട്ടുണ്ട്, എത്ര ആൾ തപസ് ചെയ്തിട്ടുണ്ട്, എത്ര ആൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും ജന്മമരണ നിവൃത്തി വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഭവത്പദം മോക്ഷതനായ ഭവാന് ലഭിക്കയാൽ മോക്ഷം ഒഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ. ഇതാണ് അധ്യാത്മരാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ വിട്ടുകളയാൻ പറ്റാത്ത ഒരു ഭാഗങ്ങൾ. ഇതൊന്നും ആത്മീയരാമായണത്തിലില്ല. ടെമ്പറിയല്ല കേട്ടോ, അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി എന്ന് പറയുക, അത്രയേ ഉള്ളൂ. ഇതൊന്നും അതിൽ കാണില്ല. പക്ഷെ ഇതല്ലേ വേണ്ടത്? ഈശ്വരനായിട്ട് കണ്ടിട്ട് രാമനെ സ്തുതിച്ചിട്ടില്ലെങ്കിൽ അതിനൊരു ശരിക്കുള്ള ആ ഒരു ഭക്തി എന്നുള്ള ഭാവം വരുമോ? അതുകൊണ്ടാണ് അധ്യാത്മരാമായണം ഉണ്ടായത് തന്നെ. നിത്യപാരായണത്തിനും ഉപാസനയ്ക്കും പറ്റിയത് എന്ന നിലയ്ക്കൊരു ഗ്രന്ഥം ആക്കണം. വെറും വാൽമീരാമായണ സാഹിത്യം പോരാന്ന് പറഞ്ഞിട്ട് മോക്ഷം ഒഴിഞ്ഞപേക്ഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥരാജ്യാദി സമർത്ഥവും വ്യർത്ഥമത്രേ തവമായ വിരചിതം. സർവേശ്വര ഒക്കെ ശാശ്വതമാണെന്നുള്ള തോന്നലുണ്ടാവുകയാണ് മനസ്സിന്. ഇതൊന്നും ശാശ്വതമല്ല. എന്ത് ശത്രുജയം, എന്ത് യുദ്ധം, എന്ത് രാജ്യം, ഇതിലൊന്നും ഇപ്പം എനിക്ക് താല്പര്യം തോന്നണില്ല. യഥാർത്ഥ ഭക്തി വർദ്ധിച്ചാൽ പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇതിലൊക്കെ മധ്യാഹ്ന പ്രകാശമിരിക്കവേ കദ്യോതത്തെയോ മാനിച്ചു കൊള്ളേണ്ടു. സൂര്യൻ പ്രചണ്ഡമായിട്ടിങ്ങനെ ജ്വലിച്ച് കൊണ്ടിരിക്കുമ്പോൾ മൈന്നാമിനിങ്ങിൻ്റെ വെളിച്ചം ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഈ പ്രപഞ്ചത്തിലത്തെ സുഖങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ആ ബോധ്യം എപ്പോഴാണ് വരിക? ഈശ്വരാനുഭവം കുറച്ചെങ്കിലും ഉണ്ടായാൽ അത് വന്നോളും, അല്ലാണ്ട് ഉണ്ടാവില്ല. സ്നേഹധർമ്മങ്ങൾ, ഭക്ഷണം, ഒരു സുഖം ഇതിലൊന്നും താല്പര്യമില്ലാണ്ട് എത്ര തപസ്സികളുണ്ടായിട്ടുണ്ട്. മധ്യാഹ്ന പ്രകാശത്തിൽ അവർ ലയിച്ച് അതിലങ്ങനെ ആസ്വദിക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള മിന്നാമിനുങ്ങുകളെ അവർ നോക്കുപോലും ചെയ്യുമോ? ഇതുതന്നെയാണ് ഇവിടെ. യാതൊരുത്തനു ചിത്തം നിന്തിരുവടി പാദാംബുജത്തിലിളകാതുറയ്ക്കുന്നു കാൽക്ഷണം തോലുമെന്നാൽ കിൽ അവൻ തനിക്കൊക്കെ നീങ്ങിയിടും അജ്ഞാനം അനർത്ഥതും. എല്ലാ രീതിയിലും അപകടം ഉണ്ടാക്കി തീർക്കണ അജ്ഞാനമാണ്. ആ അജ്ഞാനം സർവേശ്വര അങ്ങയുടെ പാദപത്മത്തിലുള്ള ഭക്തി ഉണ്ടായാൽ അത് അവിടുന്നാണ് പോവുകയാണ്. ഭക്തിയോടെ രാമരാമേതി സാദരം ചൊല്ലുന്നവന് ദുരിതങ്ങൾ വേരറ്റു നല്ലനായേറ്റം വിശുദ്ധനാം നിർണയം. പിന്നെ കാൽക്ഷണം പോലുമെന്നാകിൽ, കാൽക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കണതിൻ്റെ 1/4 ഭാഗം പോലും രാമരാമ. അതാണ് ഈ സ്തുതികൾ ഓർക്കണം, പറയണം, വായിക്കണം, ചിന്തിക്കണം എന്ന് പറയാനുള്ള കാരണം. അത് പ്രാധാന്യമുണ്ട്. കാൽക്ഷണമെങ്കിലും രാമരാമേതി ജപിച്ചിട്ടുണ്ടെങ്കിൽ ഈശ്വര മഹാത്മ്യം നമ്മൾ ചെല്ലട്ടെ, പറയട്ടെ കരുതിയിട്ടാണ് ഇതെല്ലാ ഘട്ടത്തിലും. മനുഷ്യനല്ല രാമൻ സാക്ഷാ ശ്രീനാരായണത്രേ രാമരാമേതി ജപിപ്പിനെല്ലാവരും എന്നിങ്ങനെ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അധ്യാത്മരാമായണത്തിന്. തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ യോഗ്യത, അതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം, പ്രത്യേകത അതാണ്. ഭക്തി ഒഴിഞ്ഞ് മറ്റൊന്നുമേ വേണ്ടിയില്ല മുക്തി വരുവാൻ മുകുന്ദാദയാനിധേ. തീർത്ഥസ്നാനങ്ങളോ തപസ്സോ ബാക്കി കാര്യങ്ങളോ ചെലവ് ചെയ്തിട്ടുള്ള യാഗാദി കർമ്മങ്ങളോ ഒന്നും ആവശ്യമില്ല. ഭഗവാനെ ഭക്തിയോടുകൂട്ടി മനസ്സിൽ രാമനാമം ജപിക്കുക, ഈശ്വരനെ ഭജിക്കുക, അത്രയേ വേണ്ടൂ. ആ നിർമ്മല മനസ്സുള്ളവർക്ക് ഭക്തി താനേ ഉണ്ടാവും. ചിത്തം കുളിർത്തു പിടിച്ചു പുൽകീടിനാൻ അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റു മംഗലാത്മാവായ സുഗ്രീവനെ തഥാമായ തത്ര മോഹിപ്പിച്ചിതന്നേരം കാര്യസിദ്ധിക്കു കരുണാജലനിധി. ഇങ്ങനെ ആത്മതത്വങ്ങൾ കുറച്ച് സുഗ്രീവൻ പറഞ്ഞപ്പോൾ ഭഗവാൻ ഇപ്പം അങ്ങനെ വിരക്തി വരണ്ട. ശത്രുക്കൾ എന്ത് മിത്രം, എന്ത് ശത്രു, എന്ത് യുദ്ധം, അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? കാര്യം നടക്കണ്ടേ.
ഇവിടുന്ന് അങ്ങോട്ട് കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ സുഗ്രീവ വിരക്തിയൊക്കെ ശരി, ഭക്തിയും ശരി, പക്ഷേ കർത്തവ്യതാമൂഢത പാടില്ല. അത് നമുക്കും കൂടി ഒരു പാടാണ്. രാമനാമം ജപിച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്തവ്യങ്ങൾ ചെയ്യണ്ടേ. ഇപ്പോൾ ബെഞ്ചത്തിൽ എന്തിനാ വന്ന് പെട്ടതല്ല, ഏത് രംഗത്താണ് നമ്മൾ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ആ കർത്തവ്യം അനുഷ്ഠിക്കണം. ഭർത്താവാണെങ്കിൽ ഭർത്താവ്, അച്ഛനാണെങ്കിൽ അച്ഛൻ, മക്കളാണെങ്കിൽ മക്കൾ, മക്കൾക്ക് അച്ഛനോട് കടപ്പാടുണ്ട്. അപ്പം ആ ഒരു കർത്തവ്യതാമൂഢത പാടില്ല. അപ്പം പറഞ്ഞു ഭഗവാൻ, സുഗ്രീവ കാര്യമൊക്കെ ശരി, സത്യമത്രേ നീ പറഞ്ഞതിടോ സഖേ, ബാലിയെ ചെന്ന് വിളിക്ക യുദ്ധത്തിന്. ശത്രുവില്ല, മിത്രമില്ല, അങ്ങനെ വിചാരിക്കാറായിട്ടില്ല. ബാലിയെ പോരിന് വിളിക്കണം, യുദ്ധത്തിൽ ജയിക്കണ്ടേ. അതുകൊണ്ട് ഈ ലോകത്തിലത്തെ എല്ലാറ്റിനും വിരക്തി വരിക എന്നുള്ളതായിട്ടില്ല, അതിനിപ്പോൾ ആയിട്ടില്ല. ഒന്നിങ്ങനെ കർത്തവ്യ രംഗത്തേക്ക് കൊണ്ടുവരികയാണ് ഭഗവാൻ. അതുകൊണ്ട് പോരിന് വിളിക്കുക, ബാലിയെ പോരിന് വിളിച്ചിട്ട് യുദ്ധം ചെയ്യണം. എൻ്റെ പിന്തുണ സർവ്വഥാ നിനക്കുണ്ടാവും. തീർച്ചയായിട്ടും നീയായിരിക്കും അവസാനമായിട്ട് വിജയിക്കുക, പേടിക്കണ്ട, ഞാൻ എൻ്റെ കൂടെ. അതങ്ങനെ പറഞ്ഞു. യുദ്ധം അങ്ങനെ തുടങ്ങി. പലതരത്തിലിങ്ങനെ വർണ്ണിക്കും ഇവിടെ ഇല്ലേ. ഓടിത്തടുക്കയും താണു തടുക്കയും ചാടിയും അങ്ങനെയും ഇങ്ങനെയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് യുദ്ധം. സുഗ്രീവൻ ഏകദേശം തളർന്ന് അങ്ങനെ ഒരവസ്ഥയിലാവുമ്പോൾ, ശത്രുവിനെ കൊണ്ട് കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്തറിഞ്ഞീല, ഞാനയ്യോ കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ട് കൊന്നൂടെ, വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അങ്ങക്ക് കൊല്ലാലോ, എന്തിനാണ് ശത്രുവിനെ കൊണ്ട് ബാലിയെ കൊണ്ട് എന്നെ കൊല്ലിക്കണത്. രാമാന്നങ്ങനെ വിളിച്ചു. അടിയും ഇടിയും ആക്രമണവും ബാലിയുടെ അങ്ങനെ സഹിക്കുക വയ്യാതെ കണ്ടേ. മിത്രാത്മജോക്തികൾ കേട്ട് ഈ കളി ഉത്തരം ആകുലാശുത്വാരകൂത്തമൻ ഉത്തരം ചൊല്ലിനാൻ. സുഗ്രീവ, നിങ്ങളെ എനിക്ക് തിരിച്ചറിയാൻ അറിഞ്ഞില്ല. കാരണം ബാലി സുഗ്രീവന്മാരെ കണ്ട ഒരേപോലെയാണ്. നരനാരായണന്മാരുടെ കഥ പറഞ്ഞ പോലെ. ഞാൻ ബാലിയുടെ നേരെ ഒരു അസ്ത്രം അയച്ചത് എൻ്റെ മേൽ കൊണ്ടാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? മിത്രഘാതിത്വം ആശങ്ക്യ ഞാൻ അന്നേരം മുക്തവാനായില്ല അസ്ത്രം. അതുകൊണ്ടാണ് അസ്ത്രം അയക്കാതിരുന്നത്. അത് എൻ്റെ മേൽ കൊള്ളുകയാണെന്ന് വെച്ചാൽ അത് വലിയൊരു കഷ്ടമായിട്ട് തീരില്ലേ. അതുകൊണ്ടൊരു കാര്യമുണ്ട്, ഒരു മാല, ഗജപുഷ്പിമാല്യം എന്ന് പറയണം. മിത്രാത്മജകളെ പുഷ്പമാല്യത്തെ നീബദ്ധ വിരവോടയക്ക യുദ്ധത്തിനായി. ഗജപുഷ്പിമാല്യം എന്ന് പറഞ്ഞിട്ടൊരു മാലയാണെന്ന് എവിടെയോ പറയണു പേര്. അത് കൊടുത്ത് ആ മാല ധരിച്ചാൽ എനിക്ക് തന്നെ തിരിച്ചറിയാം. അച്ഛൻ കൊടുത്തൊരു മാലയുണ്ട്, അത് ബാലിയുടെ കഴുത്തിൽ അച്യുതൻ നൽകിയ ബാലി സുഗ്രീവനും അച്യുതൻ നൽകിയ മാല സുഗ്രീവനും. ഭഗവാൻ കൊടുത്തിട്ടുള്ളൊരു മാല വേറെ, മറ്റേത് ഇന്ദ്രൻ കൊടുത്തിട്ടുള്ള സ്വർണ്ണമാലയാണ്. ഇത് സ്വർണ്ണമാലയൊന്നുമില്ല. അപ്പോൾ തിരിച്ചറിയും രണ്ടും കൂടി. ഇത് സാധാരണ മാലയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ ബാലി വധിക്കപ്പെട്ടിരിക്കും. ഇത് എൻ്റെ വാക്കാണ്, രാമവാക്യം തെറ്റായിട്ട് വരില്ല. ധൈര്യമൊക്കെ ഇങ്ങോട്ട് കിട്ടി. ഗംഭീരമായിട്ടുള്ള യുദ്ധം, അതിഗംഭീരമായിട്ട് ചീറ്റം കലർന്ന നഖം കൊണ്ട് മാന്തിയും ചാടി പതിക്കയും കൂടെ കുതിക്കയും മാടി തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചെടുക്കയും നൂടെ വിയർക്കയും നാടികൾ ചേർക്കയും. യുദ്ധമുറകളൊക്കെ യുദ്ധമായിട്ട് അതിഗംഭീരായി. രണ്ടു കൂട്ടരും തമ്മിൽ യാതൊരു മാറ്റവും. അച്യുതൻ, അതായത് സുഗ്രീവനും ബാലി ഒരേപോലെ. അച്ഛൻ കൊടുത്തൊരു മാല ബാലിക്കും ഉണ്ട്, അച്യുതൻ നൽകിയ ബാല സുഗ്രീവ. അതിൽ മാറ്റമുണ്ട്. ബാക്കി എല്ലാറ്റിലും വള്ളിപ്പുള്ളി വ്യത്യാസപ്പെടാതെയാണ് ഉണ്ടായിരുന്നത്. അവസാനം ഒരസ്ത്രം വൃക്ഷഖണ്ഡത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നിട്ട് ഭഗവാൻ അയച്ചു. അത് ബാലിയുടെ മാറത്താണ്ട് തറച്ചു. അങ്ങനെ മാലി മറിഞ്ഞു വീണു. ജീവൻ പോകുന്നതിന് മുമ്പേ കുറച്ച് വാക്കുകൾ ബാലി പറയുന്നുണ്ട്. എന്തിനു വാനരത്തെ ചതിച്ചു വൃഥ രാഘവ, ഞാൻ എന്ത് തെറ്റാണ് അവിടത്തേക്ക് ചെയ്തത്? ഞാൻ അങ്ങയുടെ ഭക്തനല്ലേ. എന്നോടൊരു വാക്ക് പറഞ്ഞാൽ ആ സീതയെ ലങ്കയോട് കൂടിയിട്ട് അങ്ങയുടെ കാക്കൽ ഞാൻ വയ്ക്കും. ബാലി ശക്തനാണ്. അത് രാവണയുടെ കാര്യത്തിൽ മുമ്പേ തെളിയിച്ചിട്ടുമുണ്ട്. ബാലിന്ന് കേട്ടാൽ രാവണൻ വിറയ്ക്കും. എന്താ കാരണം വെച്ചാൽ പണ്ട് സന്ധ്യാവന്ദനം ചെയ്യുന്ന സമയത്ത് ഈ ബാലിയുടെ വാലിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടൊരു പ്രയോഗമുണ്ട്. ചാക്യാന്മാരാണത് വളരെ രസമായിട്ട് പറയുക. രാമായണം ചാക്യാർ കുത്തുകൾ കുറേ ഉണ്ടായി. ഈ നാരദനൊരാഗ്രഹം എന്താ വെച്ചാൽ ഈ ബാലിയെ കൊണ്ട് രാവണനെ കുടുക്കണം.
ആ ബാലി വല്ലാത്ത അഹങ്കാരിയാണ്, രാവണരാജാവേ അങ്ങ് ജയിച്ചാലും എന്നൊക്കെ പറഞ്ഞു നാരദൻ. അങ്ങനെ പറഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ. അങ്ങനെ ഒരു കുരങ്ങനോ എന്നേക്കാളും കേമൻ? അതെ, അങ്ങനെ ഇപ്പോൾ പറയണ. ഓ, കേമത്തൊന്നുമില്ല രാവണ, കേമത്തൊക്കെ വെറുതെ പറയുക. എനിക്കൊന്ന് കാണാൻ പറ്റുമോ ബാലിയെ? ഓ പിന്നെന്താ, അങ്ങോട്ട് പോരൂ, ഞാൻ കാണിച്ചു തരാം. ദാ അണ്ണുണ്ടോ? ചാക്യാന്മാർ പറയുക. അതാ വാനരം. കണ്ടപ്പോൾ തന്നെ രാവണനൊന്നും മയങ്ങി. ആ മാതിരി വലിപ്പണേ, പർവ്വതാകാരനായിട്ട്. ആരതാ അത്? വാനരോ? പർവ്വതല്ലേ? പർവ്വതമൊന്നുമല്ല, അത് ബാലിയാ. അതാണ് ബാലി. ഈശ്വര, അങ്ങനെയാണെങ്കിൽ ആ ബാലി പേടിക്കാനൊന്നുമില്ല. അങ്ങേക്ക് 10 തലല്ലേ? ഒരു തല കൊണ്ട് അങ്ങൊരു കാര്യം ചെയ്തോളൂ. ആ വാലിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഒരു ഇടി ഇങ്ങോട്ട് കൊടുക്കുക. അത് കഴിഞ്ഞു, അതോടെ കഴിഞ്ഞു. കൈകൊണ്ട് ഇടിക്കാൻ പറഞ്ഞു. ഒരു കൈകൊണ്ട് ഒരു ഇടിയാണ് കൊടുത്തോളൂ. ആ ഇടിയിൽ തന്നെ മൂപ്പരുടെ പ്രാണൻ പോവും, അദ്ദേഹത്തിൻ്റെ ബാലിയുടെ പ്രാണൻ പോകുന്നതാണ്. കൈ ഇടിച്ചപ്പോൾ കൈ അവിടെ കുടുങ്ങി വാലിൻ്റെ ഇടയിൽ. താരത, എൻ്റെ ഒരു കൈ ഇവിടെ കുടുങ്ങി, ഇനി ഞാൻ എന്താ ചെയ്യുക? അങ്ങേക്ക് വേറെ കൈകളില്ലേ? 20 കൈകൾ. ആ 19ാമത്തെ കൈയില്ലേ, അതുകൊണ്ട് ഒന്നും കൂടി കണ്ട് ഇടിച്ചോളൂ. അപ്പോൾ ആദ്യത്തെ കൈ കൂടി ഇങ്ങോട്ട് പോരും. അത് 2ാമത്തെ കൈ പ്രയോഗിച്ചു, അതവിടെ കുടുങ്ങി. ഇങ്ങനെ പറഞ്ഞ് 20 കൈയും കുടുങ്ങിയപ്പോൾ പറഞ്ഞു, പേടിക്കേണ്ട, അങ്ങേക്ക് കാലില്ലേ 10 ഒറ്റ കാലുകൊണ്ട് ഒരു കുതി മതി, ഈ 20 കൈയും ഇങ്ങോട്ട് പുറത്ത് കിട്ടും. വിശ്വസിപ്പിച്ചു നാരദൻ. അങ്ങനെ കാല് കുടുങ്ങി. 2ാമത്തെ കാല് 10 കാലും കുടുങ്ങി, 20 കൈയും കുടുങ്ങി. ആറുവാ, ഇനി ഞാൻ എന്താ ചെയ്യുക? പേടിക്കേണ്ട, അങ്ങയുടെ തലയുടെ ശക്തി അങ്ങേക്ക് അറിയാഞ്ഞിട്ട് ആ തല കൊട്ടിട്ട് ഒരു ഇടീന് കൊടുത്തോളൂ. ഈ കൈകളും കാലുകളും ഒക്കെ ഉണ്ട് പോരും. ഇങ്ങനെ 10 തലയും കുടുങ്ങി, കാലുകളും കുടുങ്ങി. നീ നാരദാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? നാരദൻ പറഞ്ഞു, ഞാനേ ഒന്ന് കുളിച്ചിട്ട് ഊണയിച്ചിട്ട് വരാം, അവിടെ കിടന്നോളുക എന്നും പറഞ്ഞ് നാരദൻ പോയി എന്നൊരു കഥ പറയും. അപ്പോഴത്രേ വാലുകൊണ്ട് ഇങ്ങോട്ട് കെട്ടി മുറുക്കി അങ്ങനെ രാവണനെ 1ഉം 2ഉം പോയിപ്പിച്ചു സമുദ്രത്തിലെന്നാണ്. അങ്ങനെ ബാലിയുടെ ദയോണ്ട് അത്രേ കഷ്ടിച്ച് രാവണൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട. അല്ലെങ്കിൽ അന്ന് പണി കഴിയേണ്ടത് അതാ ബാലി. അപ്പം അങ്ങനെയുള്ളതായിരിക്കുന്ന ബാലിയുടെ ആ ശക്തി അത്രത്തോളം ഉണ്ട്. പിന്നെ രാവണനെ എതിർക്കാൻ ബാലിയെ കൂട്ടുപിടിക്കല്ലേ രാമ, എന്നെ കൂട്ടുപിടിക്കല്ലേ അങ്ങേക്ക് നല്ലത്. എന്തിനാണ്, എന്തുകൊണ്ട് എന്തെന്ന് സുഗ്രീവനാൽ കൃതമായതും എന്നാൽ കൃതമല്ലാത്തതും എനിക്ക് സഹായിക്കാത്തത് എന്താ ഉള്ളത്? സുഗ്രീവന് സ്പെഷ്യലായിട്ട് അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് സാധിക്കുന്നത് എന്താ ഉള്ളത്? അങ്ങനെ ആ സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തിട്ട് എന്നെ കൊല്ലേണ്ട ഒരു ആവശ്യം അങ്ങേക്ക് എന്താ? അഥവാ യുദ്ധം ചെയ്യണമെങ്കിൽ നേരിട്ട് യുദ്ധം ചെയ്തൂടെ? ചതിച്ച് ഒരു വാനരനെ കൊന്നു. വാനരമാംസം അഭക്ഷ്യമത്രേ ഏതുലോ, മാംസം കൂടി ഭക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ കഷ്ടമായി അങ്ങേ ചെയ്തത്. ധർമ്മജ്ഞനാണ് എന്ന് എല്ലാവരും അങ്ങേ പറയണു. അപ്പം ഭഗവാൻ പറഞ്ഞു, ബാലി നീ അധികം എന്നെ ധർമ്മം പഠിപ്പിക്കണ്ട. രാമോ വിഗ്രഹാൻ ധർമ്മ, ധർമ്മത്തിൻ്റെ മൂർത്തിമത് ഭാവമായിട്ടുള്ള ഭഗവാനെയാണ് ബാലി ഒരു വാനരൻ പറഞ്ഞു കൊടുക്കുന്നത്. ഏറെ പറയരുത്, മഹാന്മാരോട് പറയരുത്, അത് ശരിയല്ല, പാപമായിട്ട് വരും. നീ ചെയ്തിട്ടുള്ള തെറ്റുകൾ നിനക്ക് അറിയാഞ്ഞിട്ടാണ്. നിൻ്റെ ഇഷ്ടനായിട്ടുള്ള സഹോദരനെ നീ അവിശ്വസിച്ചു. അത് പറഞ്ഞത് കേൾക്കാതെ അവനെ ഋഷമുഖത്തിലേക്ക് ആട്ടി ഓടിച്ച് ആ സുഗ്രീവൻ്റെ പത്നിയെ നീ പത്നിയായിട്ട് വെച്ചു. സഹോദരി, അമ്മ, മകൻ്റെ ഭാര്യ, ഇതൊക്കെ ഒരേപോലെ കാണേണ്ടതാണ്. അതിന് പകരം നീ തെറ്റല്ലേ ചെയ്തത്? ഇനി നീ ഭക്തനാണെങ്കിൽ നിനക്ക് ഈ ശരീരത്തിലിരിക്കുകയല്ല വേണ്ടത്. എന്താ വേണ്ടത്? മോക്ഷമാണ്. അന്തരാർത്ഥ പ്രകാരം നിനക്ക് ഞാൻ മോക്ഷം തരുന്നു. വാനരൻ്റെ ശരീരത്തിൻ്റെ മോക്ഷം കിട്ടുമോ? അതുകൊണ്ട് എങ്ങനെയായാലും ഈ വധത്തിനെ തെറ്റായി കാണിക്കാൻ നീ ശ്രമിക്കേണ്ട. നീ തെറ്റ് ചെയ്തതിന് ശിക്ഷ എന്നുള്ളത് ബാഹ്യഭാവം, ആന്തരഭാവത്തിൽ നിനക്ക് മോക്ഷമാണ് നൽകുന്നത്. അപ്പം ബാലിക്ക് മനസ്സിലായി, ബുദ്ധിയില്ലാത്ത ആളല്ലല്ലോ സർവേശ്വര, ഇത്രയും കാരുണ്യം എന്നോട് ചെയ്തത് ഞാൻ മനസ്സിലാക്കിയില്ല. വാനരൻ അത്ര ബുദ്ധി എനിക്കുള്ളൂ, സമ്മതിക്കുക. ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലി ഞാനിത്തം മമാപരാധം ക്ഷമിക്കണമേ. ശ്രീരാമ രാമ മഹാഭാഗരാഘവ നാരായണൻ. നിന്തിരുവടി നിർണയം. ഈശ്വരനായിട്ടുള്ള അങ്ങയെ പഠിപ്പിക്കാനോ പറഞ്ഞു തരാനോ തിരുത്താനോ ഞാൻ ആരാണ്? എങ്കിലും മരണസമയത്ത് എൻ്റെ മുമ്പിൽ വന്നില്ലേ? ഇതിലും വലിയ കാരുണ്യം ഒരു ജീവനോട് നീ എന്താ കാണിക്കാനുള്ളത്? നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിന്നന്തിയെ താവകമായ ശരമേറ്റു ദേഹമുപേക്ഷിപ്പതിന് യോഗം വന്നു.
ഒരു ജീവന് കിട്ടേണ്ട ഏറ്റവും വലിയ ലാഭം അങ്ങ് എനിക്ക് തരുന്നുണ്ടായില്ലേ? ദയവായിട്ട് ഈ അസ്ത്രം ഒന്ന് പറിച്ചിട്ട് വേദന ഇല്ലാണ്ടേക്ക് തന്നാൽ വലിയ ഉപകാരം. ഞാൻ മരിക്കുകയാണ്, എനിക്കിനിയൊന്നും ആവശ്യമില്ല. ശരീരം കൊണ്ട് നേടേണ്ടത് ഈശ്വരാനുഭവമാണ്. അതങ്ങനെക്ക് തന്നു രാമ. മനസ്സിലാക്കാതെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ഷമിക്കണേ. യോഗീന്ദ്രന്മാർക്കും ലഭ്യമല്ലാത്തതായിട്ടുള്ള ഭഗവത്പദം മോക്ഷം എനിക്ക് നൽകുക എന്നത് ഏറ്റവും വലിയ കാരുണ്യമായിട്ട് ഞാൻ കാണുകയാണ്. അങ്ങനെ മെല്ലെ കൈകൊണ്ട് തലോടി ആ അസ്ത്രം പറിച്ചെടുത്തു. രാമനെ കണ്ട് 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 ബാലി പ്രാണൻ വെടിയാണ്. തുടർന്ന് താര കരയണു. താരയ്ക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കിഷ്കിന്ധാകാണ്ഡത്തിലത്തെ, നിന്നുടെ ഭർത്താവ് ജീവനോ ദേഹമോ? താരേ, ബാലി വധിക്കപ്പെട്ടതിൽ നീ ഇപ്പോൾ ദുഃഖിച്ചു, ബാലി മരിച്ചു. സത്യത്തിൽ നിൻ്റെ ഭർത്താവ് ശരീരമാണോ ആത്മാവാണോ? ഞാൻ ഒരൊറ്റ ചോദ്യം നിന്നോട് ചോദിക്കണം. ശരീരമാണെങ്കിൽ അവിടെ കിടക്കണ്ടല്ലോ, എന്തിനാ കരയണം? ശരീരം അവിടെ കിടക്കണ്ട, ജീവനല്ലേ പോയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ആത്മാവാണോ ഭർത്താവ്? അതുമല്ല, ആത്മാവിന് ഞാനെന്നോ നീയെന്നോ പത്നിയെന്നോ ഭർത്താവ് എന്നോ എന്ന ഭാവമില്ല, പ്രസിദ്ധമാണല്ലോ. ആത്മാവ് ആരുടെയും ഒന്നും അല്ല ആത്മാവ്. അപ്പോൾ പിന്നെ ഭർത്താവ് എന്ന കൺസെപ്റ്റ്, ഇംഗ്ലീഷിൽ പറയുന്ന ഭർത്താവ് എന്ന ആശയം എവിടുന്ന് വന്നു? മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ മനസ്സുകൊണ്ട് ഒരു ദിവസം എന്തോ കഴുത്തിലൊരു സാധനം കെട്ടി ഭർത്താവായി, അയാൾ ഭാര്യയായി. അല്ലാതെ ഇതിന് എന്തടിസ്ഥാനമുള്ളത്? അപ്പം മനസ്സ് തന്നെ സ്ഥിരമല്ല. മനസ്സ് എന്ന് പറയുന്നത് തന്നെ സ്ഥിരമല്ലാത്ത, ഇല്ലാത്തതുണ്ട് എന്ന് ഭ്രമം ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതിൽ തോന്നുന്ന ഒരു പ്രതീതിക്ക് എന്തർത്ഥമാണുള്ളത്? ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് താരയ്ക്ക് ഉപദേശം. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിൽ ആത്മാവിരിക്കുന്നു, അതൊരു സമയത്ത് പോകുന്നു, കടന്നു വരുന്നു. ഇതൊന്ന് ജനനവും മരണവും, യാഥാർത്ഥ്യം ധ്രുവവും മൃത്യുവും ധ്രുവൻ ജന്മ മൃതസ്യജ. ജനിച്ചവർക്ക് മരണവും മരിച്ചവർക്ക് ജനനവും ഉണ്ട്. ഇത് രണ്ടും സ്വാഭാവികമാണ്. അറിവുള്ളവർ ഇതിൽ ദുഃഖിക്കുന്നില്ല. ആരുടെയും അല്ല. ഇതാണ് ശരി. പാന്തർ പെരുവഴി അമ്പലം പോകും പോലെ എന്ന് വേറൊരുത്തിയിൽ പറഞ്ഞു. കൂടണു പിരിയണു. ഇതിൽ ദുഃഖിക്കുന്നവനാണ് മൂഢൻ എന്നൊക്കെ ആത്മോപദേശം ചെയ്ത് താരയെ ഒരു വിധത്തിൽ മാനസികമായിട്ട് സജ്ജമാക്കി സർവേശ്വര. അജ്ഞാനം അകന്ന വിധത്തിലുള്ള ഇത്തരം വിലയേറിയ ഉപദേശങ്ങൾ തന്നതിന് ഞാൻ എങ്ങനെയാണ് അങ്ങയോട് നന്ദി പറയേണ്ടത്? പിന്നെ സുഗ്രീവനെ കിഷ്കിന്ധയിലത്തെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അവിടെ കൂടിയിട്ട് പുതിയൊരു വ്യവസ്ഥ അവിടെ നിലവിൽ വന്നു. അങ്ങനെ ക്രിയാമാർഗ ഉപദേശം, പൂജാകാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ബാക്കി പൂർവന്നാമതപോവനാധിഗമനം മത്വാ മൃഗങ്കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണന്തമുദ്ധരണം ലങ്കാപുരീദാഹനം പശ്ചാത്രാവണ കുംഭകർണനിധനം വേദത്യരാമായണം രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദേ നമഃ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.